അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 8ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കപ്പെട്ട തസ്കിയത്തുൽ വിൽദാനിന്റെ 9ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അംസിക് മാലക ഫഇന്ന മുബ്തലീതും, നിന്റെ ധനം നീ കൈവശം വെക്കുക, നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടതാണ്. ഈ പാഠത്തിലൂടെ പറയുന്നത് ബനു ഇസ്രായേലിൽപ്പെട്ട 3 ആളുകളെ കുറിച്ചാണ്. അല്ലാഹു തആല അവർക്ക് ആരോഗ്യവും സമ്പത്തും ധാരാളം നൽകി പിന്നീട് വരെ പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരാൾ മാത്രമാണ് വിജയിച്ചത്. നമുക്ക് വായിക്കാം. ഹാദിഹി ഖിസ്സത്തു സലാസത്തി മിൻ ബനി ഇസ്രായീല, ഇത് ബനു ഇസ്രായേലിലെ 3 ആളുടെ കഥയാണ്. അബ്റസ്, അഖ്റ, അഅമ, ഇങ്ങനെ 3 പേരുണ്ടായിരുന്നു. ആരാണ് അബ്റസ്? വെള്ളപ്പാണ്ട് പിടിച്ച ആള്. അഖ്റ കഷണ്ടി തലയൻ, അഅമ അന്ധൻ. ആശു ഫി ഹമ്മിൻ വഹുസ്നിൻ, അവരെ സങ്കടത്തിലും ദുഃഖത്തിലുമാണ് ജീവിച്ചത്. ഹയാത്തൻ ഖാലിയത്തൻ അനിൽ ബഹ്ജത്തി വൽ ഫറഹി, ആനന്ദത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും മുക്തമായി കൊണ്ട്. തഅല്ലമൽ അബ്റസു മിൻ വസബിൽ ബറസി, പാണ്ഡ്യരോഗത്താൽ വെള്ളപ്പാണ്ടുള്ളവനും കഷണ്ടി എന്ന കുറവിനാൽ കഷണ്ടി തലയനും അന്ധതയെന്ന നിന്ദയാലും അന്ധനും വേദനിച്ചു. ഫഅറാദല്ലാഹു തആല അൻ യബ്തലിയഹും, അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. ഫബഅസ ഇലൈഹിം മലക്കൻ, അപ്പോൾ അല്ലാഹു അവരിലേക്ക് മലക്കനെ പറഞ്ഞു വിട്ടു. ഫഅതൽ അബ്റസ ഫഖാല, അങ്ങനെ മലക്ക് വെള്ളപ്പാണ്ടുള്ള ആളെടുത്ത് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, ലൗനുൻ ഹസനുൻ, ഭംഗിയുള്ള നിറവും, വജിൽദുൻ ഹസനുൻ, ഭംഗിയുള്ള തോലുമാണ്. ഫമസഹുൽ മലക്കു, അപ്പോൾ അദ്ദേഹത്തെ മലക്ക് തടവി. ഫദഅബ അൻഹു ബറസുഹു, അത് കാരണം അദ്ദേഹത്തിന്റെ വെള്ളപ്പാണ്ട് ഇല്ലാതെയായി. വസാറ ലൗനുഹു ഹസനൻ, അദ്ദേഹത്തിന് നല്ല നിറവും, വജിൽദുഹു ഹസനൻ, നല്ല തോലുമുണ്ടായി. സുമ്മ സഅലഹുൽ മലക്, പിന്നീട് അബ്റസിനോട് ചോദിച്ചു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം ഏതാണ്? ഖാല, അബ്റസ് പറഞ്ഞു, അൽ ഇബ്ലു, ഒട്ടകമാണ്. ഫഉഅതിയ നാഖത ഉശ്റ, അങ്ങനെ അദ്ദേഹത്തിന് 10 ഗർഭിണിയ ഒട്ടകത്തെ നൽകപ്പെട്ടു. ഫഖാലൽ മലക്കു ബാറക്കല്ലാഹു ലക ഫീഹാ, അപ്പോൾ മലക്ക് പ്രാർത്ഥിച്ചു, അല്ലാഹു നിനക്ക് ഇതിൽ ബർക്കത്ത് ചെയ്യട്ടെ. സുമ്മാത്തൽ മലക്കുൽ അഖ്റ, പിന്നീട് മലക്ക് അഖ്റയുടെ അടുത്ത് ചെന്നു. ആരാ അഖ്റ? കഷണ്ടി തലയുടെ അടുത്ത് ചെന്നു. ഫഖാലഹു, അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? ഖാല, അഖ്റ പറഞ്ഞു, ഷഅറുൻ ഹസനുൻ, നല്ല മുടിയാണ്. ഫമസഹുൽ മലക്കു, അങ്ങനെ അദ്ദേഹത്തെ മലക്ക് തടവി. ഫദഹബ അൻഹുൽ ഖറഉ, അതോടുകൂടെ തന്നെ അദ്ദേഹത്തിന്റെ കഷണ്ടി നീങ്ങി. വഉതിയ ഷഅറൻ ഹസന, അദ്ദേഹത്തിന് നല്ല മുടി നൽകപ്പെട്ടു. സുമ്മ സഅലഹുൽ മലക്, പിന്നീട് അദ്ദേഹത്തോട് മലക്ക് ചോദിച്ചു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം ഏതാണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ബഖറു, പശുവാണ്. ഫഉതിയ ബഖറതൻ ഹാമില, അപ്പോൾ അദ്ദേഹത്തിന് ഗർഭിണിയായ പശുവിനെ നൽകപ്പെട്ടു. ഫഖാലൽ മലക്കു ബാറക്കല്ലാഹു ലക ഫീഹാ, അപ്പോൾ മലക്ക് അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു, നിനക്ക് അല്ലാഹു ഇതിൽ ബർക്കത്ത് നൽകട്ടെ. സുമ്മ അത്തൽ മലക്കുൽ മദ്കൂറുൽ അഅമ, പിന്നീട് മലക്ക് പ്രസ്തുത ആമയിലേക്ക് ചെന്നു, അമനന്ദൻ. ഫഖാല ലഹു, ആമയോട് അഥവാ അന്ധനോട് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഖാല, ആമ പറഞ്ഞു, അൻ യറുദ്ദല്ലാഹു ഇലയ്യ ബസരി, എന്റെ കണ്ണ് എനിക്ക് അല്ലാഹു തആല തിരിച്ചു നൽകലാണ്. ഫഉബിസ്റ ബിഹിന്നാസ, അതുകൊണ്ട് എനിക്ക് ജനങ്ങളെ കാണാം. ഫമസഹുൽ മലക്കു, അപ്പോൾ മലക്ക് ആമയെ തടവി. ഫറദ്ദല്ലാഹു ബസ്റഹു, അങ്ങനെ അല്ലാഹു അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു നൽകി. സുമ്മ സഅലഹുൽ മലക്കു, പിന്നീട് അദ്ദേഹത്തോട് മലക്ക് ചോദിച്ചു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക, ഏതെനിക്ക് ഏറ്റവും ഇഷ്ടം? ഖാല, ആമ പറഞ്ഞു, അൽ ഗനം, ആടാണ്.
ഫഉതിയ ഷാത്തൻ വാലിദ, അങ്ങനെ ഗർഭമുള്ള ഒരാട് അദ്ദേഹത്തിന് കിട്ടി. ഫതനാസലത്തിൻ നാഖത്തു വൽ ബഖറത്തു വശാത്തു, അങ്ങനെ ഒട്ടകങ്ങളും പശുവും ആടും പെരുകി. വതകാസറത്, അത് അധികരിച്ചു. ഹത്താ കാനലിൽ അബ്റസി വാദിം മിനൽ ഇബിലി, വെള്ളപ്പാണ്ട് പിടിച്ചവന് ഒട്ടകത്തിന്റെ ഒരു മലഞ്ചെരു തന്നെ ഉണ്ടായി. വലിൽ അഖ്റൈ വാദിം മിനൽ ബഖരി, കഷണ്ടിത്തലയന് പശുവിന്റെ ഒരു മലഞ്ചെരു തന്നെ ഉണ്ടായി. വലിൽ ആമാ വാദിം മിനൽ ഗനം, അന്ധന് ആടിന്റെ ഒരു മലഞ്ചെരുവ് തന്നെ ഉണ്ടായി. സുമ്മ ഇന്നൽ മലക്ക, പിന്നീട് മലക്ക് അത്തൽ അബ്റസ ഫീ സൂറത്തിഹി, മലക്ക് അബ്റസിന്റെ അടുത്തേക്ക് തന്റെ പഴയ രൂപത്തിലും വഹയ്അത്തിഹി ഭാവത്തിലും ചെന്നു. ഫഖാല, എന്നിട്ട് മലക്ക് പറഞ്ഞു, റജുലുൻ മിസ്കീനുൻ, ഞാൻ പാവപ്പെട്ട മനുഷ്യനാണ്. ഖദ് ഇൻഖതഅത ബിൽ ഹിബാൽ ഫീ സഫരി, എന്റെ യാത്രയിൽ മാർഗങ്ങളെല്ലാം നിലച്ചിപ്പോയി. ഫലാ ബലാഗ ലി അല്ലൗമ ഇല്ലാ ബില്ലാഹി സുമ്മ ബിക, അതുകൊണ്ട് തന്നെ ഇന്ന് അള്ളാഹുവിനെ കൊണ്ടും പിന്നെ നിന്നെ കൊണ്ടുമല്ലാതെ രക്ഷയുമില്ല. അതുകൊണ്ട് അസ്അലുക ബില്ലദീ ആതാകൽ ലൗനൽ ഹസന വൽ ജിൽദൽ ഹസന വൽ മാല, നിനക്ക് നിറവും നല്ല തോലും നൽകിയ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. ബഗീറൻ അതബല്ലഗു ബിഹി ഫീ സഫരി, എന്റെ യാത്രയുടെ ലക്ഷ്യത്തിലെത്താൻ ഞാൻ ഒട്ടകം ചോദിക്കുന്നു. ഫഖാല, അപ്പോൾ അബ്റസ് പറഞ്ഞു, അൽ ഹുഖൂഖു കസീറത്തുൻ, എനിക്ക് ധാരാളം ബാധ്യതകളുണ്ട്. ഫഖാല, അപ്പ മലക്ക് പറഞ്ഞു, ഇന്നഹു കഅന്നി അഅരിഫുക, ഞാൻ നിന്നെ പരിചയമുള്ളത് പോലെ ഉണ്ടല്ലോ. അലം തകുൻ അബ്റസ യഖ്ദർ കന്നാസ്, ജനങ്ങൾ നിന്നെ വെറുക്കുന്ന ഒരു വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലയോ. ഫഖീറൻ, നീ ഒരു പാവപ്പെട്ടവനായിരുന്നില്ലയോ. ഫഅതാഖല്ലാഹു മാലൻ, നിനക്ക് അല്ലാഹു തആല ധനം തന്നതല്ലേ. ഫഖാല, അപ്പോൾ അബ്റസ് പറഞ്ഞു, ഇന്നമാ വരിസ്തു ഹാദൽ മാല കാബിറൻ അൻ കാബിരിൻ, എനിക്ക് തലമുറകളായി അനന്തരം ലഭിച്ചതാണ്. ഫഖാല, അപ്പ മലക്ക് പറഞ്ഞു, ഇൻ കുൻത കാദിബൻ ഫസയ്യറകല്ലാഹു ഇലാ മാ കുൻത, നീ കള്ളം പറയുന്നവനാണെങ്കിൽ അള്ളാഹു നിന്നെ പൂർവസ്ഥിതിയിലേക്കാക്കട്ടെ. ഖാല, നബി തങ്ങൾ പറയാണ്, വഅതൽ അഖ്റ ഫീ സൂറത്തിഹി വഹയ്അത്തിഹി, അങ്ങനെ മലക്ക് അഖ്റാന്റെ അടുത്തേക്ക് പഴയ രൂപത്തിലും ഭാവത്തിലും ചെന്നു. ഫഖാലഹു മിസ്ല മാ ഖാലി ഹാദാ, അങ്ങനെ മലക്ക് അബ്റസിനോട് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തോടും പറഞ്ഞു. വറദ്ദ അലൈഹി മിസ്ല മാ റദ്ദ അലാ ഹാദാ, അപ്പോൾ അബ്റസ് മറുപടി പറഞ്ഞതുപോലെ ഇവനും പറഞ്ഞു. ഫഖാല, അപ്പോൾ മലക്ക് പറഞ്ഞു, ഇൻ കുൻത കാദിബൻ ഫസയ്യറകല്ലാഹു ഇലാ മാ കുൻത, നീ കള്ളം പറയാണെങ്കിൽ അള്ളാഹു നിന്നെ പൂർവസ്ഥിതിയിലേക്കാക്കട്ടെ. ഖാല, നബി തങ്ങൾ പറയാണ്, വഅതൽ അഅമാ ഫീ സൂറത്തിഹി വഹയ്അത്തിഹി, എന്നിട്ട് മലക്ക് ആമയുടെ അടുത്തേക്ക് അഥവാ അന്ധന്റെ അടുത്തേക്ക് അവന്റെ പഴയ രൂപത്തിലും ഭാവത്തിലുമായി ചെന്നു. ഫഖാല, എന്നിട്ട് മലക്ക് പറഞ്ഞു, റജുലുൻ മിസ്കീനുൻ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്. വബ്നു സബീൽ, യാത്രക്കാരനാണ്. ഇൻഖതഅത ബിഹിൽ ഹിബാൽ ഫീ സഫരി, എന്റെ യാത്രയിൽ മാർഗങ്ങളെല്ലാം നിലച്ചുപോയി. ഫലാ ബലാഗ ലിൽ യൗമ ഇല്ലാ ബില്ലാഹി സുമ്മ ബിക, അല്ലാഹുവും പിന്നെ നീയുമല്ലാതെ ഇന്ന് എനിക്ക് രക്ഷയുമില്ല. അസ്അലുക ബില്ലദീ റദ്ദ അലൈക ബസറക, നിനക്ക് കാഴ്ച തിരിച്ചു നൽകിയ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. ഷാത്തൻ അതബല്ലഗു ബിഹാ ഫീ സഫരി, എന്റെ യാത്ര ലക്ഷ്യത്തിലെത്താൻ ഞാൻ ഒരു ആട് ചോദിക്കുന്നു. ഫഖാല, അപ്പോൾ അന്ധൻ പറഞ്ഞു, ഖദ് കുൻതു അഅമാ, ഞാനൊരു അന്ധനായിരുന്നു. ഫറദ്ദല്ലാഹു ഇലയ്യ ബസരി, എന്റെ കാഴ്ച എനിക്ക് അല്ലാഹു തആല തിരിച്ചു നൽകിയതാണ്. അതുകൊണ്ട് ഫഖുദ് മാ ശിഅത വദഅ മാ ശിഅത, നിനക്ക് വേണ്ടതെടുത്തോ വേണ്ടാത്ത ഒഴിവാക്കിക്കോ. ഫവല്ലാഹി
ലാ ഉജ്ഹിദുക ലൗം ബിശൈഇൻ അഖൽതഹു ലില്ലാഹ്. അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ പ്രീതിക്ക് ഏതെടുത്താലും എനിക്ക് പ്രശ്നമില്ല. ഫഖാല, അപ്പോൾ മലക്ക് പറഞ്ഞു, അംസിക് മാലക ഫഇന്ന മുബ്തലീതും, നിന്റെ ധനം നീ കൈവശം വെക്കുക, നിന്നെ പരീക്ഷിക്കപ്പെട്ടതാണ്. ഫഖദ് റുളിയ അൻക, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വസുഖിത അലാ സ്വഹിബൈക, നിന്റെ രണ്ട് കൂട്ടുകാർ അല്ലാഹുവിന്റെ കോപത്തിരയായിട്ടുമുണ്ട്. അപ്പോൾ അല്ലാഹു തആല നമുക്ക് സമ്പത്തും ആരോഗ്യം തന്നിട്ടും പരീക്ഷിക്കാം, തരാതെയും പരീക്ഷിക്കാം. തന്നിട്ട് എങ്ങനെ പരീക്ഷിക്കാം? നാം അല്ലാഹുവിന് ചെലവഴിക്കുന്നുണ്ടോ നോക്കും. തരാതെ എങ്ങനെ പരീക്ഷിക്കും? നാം അള്ളാഹുവിനക്ക് വേണ്ടി ക്ഷമിക്കുന്നുണ്ടോ എന്നും നോക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ഇങ്ങനെ നൽകുന്നത്. ഇനി നോക്കുവാൽ മുലാഹദാത്തു നഹ്വിയ്യ ലാസിമുൽ മുതഅദ്ദി. ഇതിൽ പഠിക്കുന്നത് നഹ്വിൽ പഠിക്കുന്നതാണ് ഇന്നത്തെ നഹ്വ്. ലാസിമ മുതഅദ്ദി എന്താണ്? ലാസിമത്താണ് മുതഅദ്ദി. ഒരു പ്രവൃത്തി മറ്റൊന്നിൽ ഫലിപ്പിക്കുന്നില്ലെങ്കിൽ ലാസിമ എന്നും അത് ഫലിപ്പിക്കുന്നുണ്ടെങ്കിൽ മുതഅദ്ദി എന്നുമാണ് പറയാം. നോക്കൂ, അൽ ഫിഅലു ഇമ്മാ ലാസിമിൻ മുതഅദ്ദിൻ, ഫീൽ ഒന്നിരിക്കൽ ലാസിമായിരിക്കും അല്ലെങ്കിൽ മുതഅദ്ദി ആയിരിക്കും. ഫൽ ലാസിമു, ലാസിം നോക്കും, മിസ്ലു ഉദാഹരണം ബാത്ത വമാത്ത, ആയി മരിച്ചു എന്നൊക്കെയാണ്. അപ്പൊ മറ്റൊന്നിൽ എന്ത് ചെയ്യുന്നില്ല, മറ്റൊരു വസ്തുവിൽ ഇത് പ്രതിഫലിക്കുന്നില്ല. വൽ മുതഅദ്ദി മിസ്ലു ഉദാഹരണം, മുതഅദ്ദിന്റെ ഉദാഹരണം ലറബ, അടിച്ചു. അടിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരാളിൽ അത് പ്രതിഫലിക്കുന്നുണ്ട് ആ പ്രവൃത്തി. വഖതല, കൊന്നു. കൊന്നു എന്ന് പറയുമ്പോൾ കൊല്ലുക എന്ന പ്രവൃത്തി മറ്റൊന്നിൽ പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രവൃത്തി മറ്റൊന്നിൽ പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ മുതഅദ്ദി എന്നും ഇല്ലെങ്കിൽ ലാസിമുമായിരിക്കും. അൽ അംസില, ഉദാഹരണങ്ങൾ നോക്കാം. ലാസിമിന് ഉദാഹരണം നോക്കൂ. ഒന്ന്, ദഹബ അൻഹു ബറസുഹു, അവന്റെ വെള്ളപ്പാട് നീങ്ങി, മറ്റൊന്നിലേക്ക് പോണില്ല. രണ്ട്, ഇൻഖതഅത ബിഹിൽ ഹിബാൽ, മാർഗങ്ങളെല്ലാം നിലച്ചു, അതുകൊണ്ട് തന്നെ. മൂന്ന്, മരിളത്താൽ വിദ്യാർത്ഥി രോഗിയായി, ഇതൊന്നും മറ്റൊരാളിലേക്ക് ചെന്നെത്തുന്നില്ല. ഇനി മുതഅദ്ദി നോക്കൂ. ബഅസല്ലാഹു ഇലൈഹിം മലക്കൻ, അല്ലാഹുവിലേക്ക് മലക്കിനെ പറഞ്ഞു വിട്ടു. ഇവിടെ പറഞ്ഞേക്കുക എന്ന മറ്റൊരാളിലേക്ക് എത്താണ്. അത്തൽ മലക്കുൽ അബ്റസ, മലക്ക് അബ്റസിനടുത്തേക്ക് ചെന്നു. അവിടെ മലക്കിന്റെ വരവ് അബ്റസിനിലേക്ക് പോവാണ്. ഷഫല്ലാഹു മറല്ലഹു, അല്ലാഹുവിന്റെ രോഗം സുഖപ്പെടുത്തി. അപ്പോ ഈ സുഖമാക്കുക എന്നുള്ളത് മറ്റൊരാളിലേക്ക് എത്താണ്. ഇങ്ങനെ ഒരു പ്രവൃത്തി മറ്റൊന്നിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ മുതഅദ്ദി എന്നും ഇല്ലെങ്കിൽ ലാസിം എന്നാണ് പറയാം. ഇനി തദ്രീബാത്ത് വായിക്കാം. നഖറ. ആഷ യഈഷു, ആഷ യഈഷു. തബല്ലഗ യതബല്ലഗു, തഅല്ലമ യതഅല്ലമു, ഖദിറ യഖ്ദറു, തനാസല യതനാസലു, സയ്യറ യുസയ്യിറു, തകാസറ യതകാസറു, അജ്ഹദ യുജ്ഹിദു. നക്തുൽ മാന, അർത്ഥം എഴുതാം. വാദിൻ, മലഞ്ചെരു. ബലാഗുൻ, ഒരു മാർഗവും. ഹാമിലുൻ, ഗർഭിണി. അബ്റസ്, വെള്ളപ്പാണ്ട്. ആമ, അന്ധൻ. അക്ര, കഷന്റെ തലയൻ. ഹൈഅത്തുൻ, ഭാവം. അഹബു, ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നക്തശിഫ് സിയാഖ്, സന്ദർഭം വിവരിക്കാം. ഒന്ന്, ലൗനുൻ ഹസനുൻ വജിൽദുൻ ഹസനുൻ, നല്ല നിറം, നല്ല തോല്. ഇതാരാണ് പറഞ്ഞത്, ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. അബ്റസിനടുത്തേക്ക് അല്ലാഹു തആല മലക്കിനെ പറഞ്ഞു വിട്ടപ്പോ മലക്ക് അബ്റസിനോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അപ്പോഴാണ് അബ്റസ് പറഞ്ഞത് നല്ല നിറം, നല്ല തോല്. രണ്ടാമത്തത്, ഷാറുൻ ഹസനുൻ, നല്ല മുടി. മലക്ക് അക്രേനടുത്ത് ചെന്നപ്പോ അക്രനോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? അപ്പോൾ അക്ര പറഞ്ഞതാണെന്ത്? ഷാറുൻ ഹസൻ, നല്ല മുടി. മൂന്ന്, ഐ യറുദ്ദല്ലാഹു ഇലയ്യ ബസരി, എന്റെ കാഴ്ച എനിക്ക് അല്ലാഹു തആല തിരിച്ചു നൽകിയതാണ്. ഇതെപ്പോഴാ പറഞ്ഞത്? മലക്ക് ആമന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അപ്പോ ആമ പറഞ്ഞതാണെന്ത്? ഐ യറുദ്ദല്ലാഹു ഇലയ്യ ബസരി, എന്റെ കണ്ണ് അല്ലാഹു തആല എനിക്ക് തിരിച്ചു നൽകിയതാണ്. നാലാമത്തത്, ഇന്നമാ വരിസ്തു ഹാദൽ മാല കാബിറൻ അൻ കാബിരിൻ, തലമുറകളായി എനിക്ക് അനന്തരം ലഭിച്ചതാണ് എന്നർത്ഥം. ആരാ പറഞ്ഞത്? അല്ലാഹു അബ്റസിന് നൽകപ്പെട്ട സമ്പത്തിൽ നിന്ന്
മലക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരുപാട് ബാധ്യതകളുണ്ട്. അപ്പം മലക്ക് ചോദിച്ചു. മലക്ക് പറഞ്ഞു, നിന്നെ പരിചയമുള്ളത് പോലെ ഉണ്ടല്ലോ, നിന്നെ ജനങ്ങൾ വെറുക്കുന്നത് അബ്രസായിരുന്നില്ലയോ, പാവപ്പെട്ടവനായിരുന്നില്ലയോ, അള്ളാഹു എനിക്ക് ധനം നൽകിയതല്ലേ എന്ന് മലക്ക് അബ്രസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണെന്ത്? ഇന്നമാ വരിസ്തു ഹാദൽ മാല കാബിറൻ അൻ കാബിരിൻ, ഞാൻ തലമുറകളായി അനന്തരമായി ലഭിച്ചതാണ്. അഞ്ചാമത്തത്, അംസിക് മാലക്ക ഫൈന്ന മുബത്തിലീത്തും, നിന്റെ ധനം നീ കൈവശം വെക്കുക, നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടതാണ്. ഇതാരാ പറഞ്ഞത്? മലക്ക് ആമയോട് ആടിനെ ചോദിച്ചപ്പോ ആമ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടതെടുത്തോ, വേണ്ടാത്തെടുക്കണ്ട, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി എന്തെടുത്താൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോ മലക്ക് ആമയോട് പറഞ്ഞതാണ്, അംസിക് മാലക്ക ഫൈനുബത്തിലീത്തും, നിന്റെ തന്നെ നീ കൈവശം വെക്കുക, നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടതാണ്. ഇനി നോക്കൂ, നസ്തഖ്റിജുൽ ലാസിം വൽ മുതഅദ്ദി, ലാസിം മുതഅദ്ദിയും കണ്ടുപിടിക്കാനാണ്. ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. സഖത ദൽവു ഫിൽ ബീരി, ബക്കറ്റ് കിണറ്റിൽ വീണു. അപ്പൊ അത് ലാസിമാണ്. വീഴുക എന്നുള്ളത് മറ്റൊരു പ്രവൃത്തിയിലേക്ക്, മറ്റൊരാളിലേക്ക് എത്തുന്നില്ല, അതുകൊണ്ട് ലാസിമാണ്. മസഹൽ മലക്കുൽ അബ്റസ, അബ്റസിനെ മലക്ക് അബ്റസിനെ തടവി. ഇവിടെ മലക്കിന്റെ തടവിൽ അബ്റസിലേക്ക് എത്തുന്നുണ്ട്, അതുകൊണ്ട് മുതഅദ്ദിയാണ്. സഅലഹുൽ മലക്കു, അദ്ദേഹത്തോട് മലക്ക് ചോദിച്ചു, അത് മുതഅദ്ദിയാണ്, ചോദ്യം മറ്റൊരാളിലേക്ക് എത്തുന്നുണ്ട്. അടുത്ത് നോക്കൂ, നസലൽ മത്റു മിനസ് സമായി, മഴ ആകാശത്തിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നസല എന്ന ലാസിമാണ്, കാരണം എന്താ, മറ്റൊന്നിലേക്ക് എത്തുന്നില്ല, അതാണ് ലാസിം മുതഅദ്ദി. ഇനി അൽ വാജിബുൽ മൻസിൽ ഹോംവർക്ക് കൊടുത്തിട്ടുള്ളത്, നഖ്തസിറു ഖിസ്സത അബ്റസ വഅഖ്റ വഅമ ഫി ഫിഖറതൈനി, നമ്മൾ പാഠത്തിൽ പറഞ്ഞതാണ്. എന്ത്? അബ്റസിന്റെയും അക്രയിന്റെയും ആമയുടെയും കഥ 2 പാരഗ്രാഫായിട്ട് എഴുതാനാണ്. എല്ലാവർക്കും അറിയാം. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.